അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായ നമുക്ക് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം എത്ര ഭംഗിയായി പഠിക്കാമെന്നും അതിന് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കി. അതിൽ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യം, ഖുർആൻ എന്ന് പറഞ്ഞ ലോകരക്ഷിതാവായ അള്ളാഹുവിങ്കൽ നിന്ന് ഏറ്റവും ശുദ്ധമായ ഭാഷയിൽ മലക്കുകളിൽ നേതാവായ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മനുഷ്യരിൽ അതിശ്രേഷ്ഠനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭൂമിയിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട മണ്ണിലേക്ക് ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽബിലേക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത അള്ളാഹുവിൻ്റെ വചനമാണ് പരിശുദ്ധ ഖുർആൻ. ആ വചനത്തിൻ്റെ പഠിതാക്കളാണ് നമ്മളെല്ലാവരും. ഇനി അടുത്തൊരു സെഷൻ നമ്മളിവിടെ ഈ സമയത്ത് ചർച്ച ചെയ്യുന്നത് തദബ്ബുറുൽ ഖുർആൻ. അതിനൊരു ടാഗ് ലൈൻ നമ്മൾ കൊടുത്തത് ദിവ്യപ്രകാശത്തിലൂടെ ഒരാത്മീയമായ സഞ്ചാരം എന്നതാണ്. ഖുർആൻ വാക്കുകളുടെയും ആയത്തുകളുടെയും അർത്ഥങ്ങൾ മനഃപ്പാഠമാക്കുക എന്നതല്ല, അതിൻ്റെ അന്തസാരങ്ങൾ മനസ്സിലാക്കി അത് ആസ്വദിക്കുക, ആത്മീയമായ ആസ്വാദനമുണ്ടാകുക എന്നതാണ് പരിശുദ്ധ ഖുർആൻ അർത്ഥമാക്കുന്നത്. അതിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരുക എന്നതാണ് ഈ സെഷനിൻ്റെ ലക്ഷ്യം. നമുക്കറിയാം, ഏറ്റവും നല്ലൊരു സാധനം നമുക്ക് കിട്ടിയാൽ നമ്മൾ ആ സാധനത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കും, അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സാധനത്തെ നമ്മൾ സ്വീകരിക്കും, നിരന്തരമായി അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർക്കും, അല്ലേ? ഇരുത്തത്തിലും നടത്തത്തിലുമെല്ലാം നമ്മളതിനെക്കുറിച്ച് ഓർക്കും. പരിശുദ്ധ ഖുർആനിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു വചനം നമുക്കിങ്ങനെ കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മഥാനിയ തഖ്ശഇറു മിൻഹു جلود الذين يخشون ربهم ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. എത്ര സുന്ദരമായ വചനമാണ്. അള്ളാഹു പറയുന്നത് നമ്മുടെ ഈ വിഷയത്തിൻ്റെ ആകത്തുക ഇതിലുണ്ട്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്. എന്താ നമുക്ക് വേണ്ടത്? ഏറ്റവും നല്ലതാണ്. അള്ളാഹു അവതരിപ്പിച്ചതാകട്ടെ ഏറ്റവും നല്ല വർത്തമാനമാണ്. ഇതിനേക്കാൾ വലിയൊരു വർത്താനല്ല. ഖൈറുൽ കലാമി കലാമുല്ലാഹ്. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്. അതുണ്ടാക്കുന്ന ഓളങ്ങൾ എന്താണെന്നറിയോ? അത് ആവർത്തിതങ്ങളായ വചനങ്ങളാണ്, പരസ്പര സദൃശ്യങ്ങളായ വചനങ്ങളാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നത് അതിനെ അങ്ങനെ തന്നെ സ്വീകരിച്ച ആളുകളുടെ ഒരു ക്വാളിറ്റി, തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഹൃദയം കൊണ്ടത് സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന പ്രതിഫലനങ്ങൾ ആ അള്ളാഹുവിൻ്റെ സ്മരണ നിമിത്തം, ആ വചനങ്ങൾ നിമിത്തം ഹൃദയങ്ങൾ വിറകൊള്ളും.
പിന്നെ സാവകാശം അള്ളാഹു ഏതൊരു കാര്യമാണോ വചനത്തിലൂടെ ഉദ്ദേശിച്ചത് അതിലേക്ക് ലയിച്ചു ചേരുന്നൊരു ഹൃദയത്തിൻ്റെ ഉടമയാകുമെന്നതാണ്. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മളെന്താ പറയുക? ഒരനുഗ്രഹം കിട്ടി നമ്മളെന്താ പറയുക? അൽഹംദുലില്ലാ പറയില്ലേ? പരിശുദ്ധ ഖുർആനിലെ മറ്റൊരു വചനം കാണാം. സൂറത്ത് കഹ്ഫിലെ 1-ാമത്തെ വചനം എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. അൽഹംദുലില്ലാ. ഖുർആൻ സ്വീകരിച്ച നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അതാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന് എത്ര സർവസ്തുതി. അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവൻ്റെ അടിമയുടെ മേൽ, അടിയാൻ്റെ മേൽ വേദഗ്രന്ഥം അവതരിപ്പിച്ചവനായ റബ്ബേ അൽഹംദുലില്ലാ. ആ കലാമിൻ്റെ അനുയായികളാണ്. ആ കലാമിനെ വെറുതെ ഇങ്ങനെ വായിച്ചു പോകലല്ല, മറിച്ച് അതിൻ്റെ വചനങ്ങളുടെ അകത്തളങ്ങളിലൂടെ ഒരു എക്സിബിഷൻ ഹാളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചക്കാരൻ്റെ അത്ഭുതത്തേക്കാൾ അപ്പുറം ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ ചിന്തകളെ കൊണ്ടുപോകാൻ ആർക്ക് സാധിക്കുന്നുവോ അവരാണ് ഭാഗ്യവാൻ. അതാണ് തദബ്ബുറുൽ ഖുർആൻ. നമ്മുടെ ഉസ്താദ് അബ്ദുൽ ജബ്ബാർ മദീനി നമുക്ക് ചില ചിന്തകൾ, ചില വികാരങ്ങൾ, പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലെ ചില ഓളങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ പോകണം. ഷെയ്ഖ്, പരിശുദ്ധ ഖുർആൻ എന്നത് യഥാർത്ഥത്തിൽ പാരായണത്തിന് മാത്രമുള്ളതല്ല, അറബി വാക്കുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഗ്രാമർ പഠിക്കാനുള്ളതല്ല, മറിച്ച് അതിനൊരു ലക്ഷ്യമുണ്ട്, അവതരണത്തിനൊരു ലക്ഷ്യമുണ്ട്. അതിനെക്കുറിച്ച് നിരന്തരമായ ചിന്തയാണ്. എന്താണ് യഥാർത്ഥത്തിൽ തദബ്ബുറുൽ ഖുർആൻ എന്ന് പറഞ്ഞ ആ തദബ്ബുറുൽ ഖുർആൻ എന്നതിനെക്കുറിച്ച് എങ്ങനെയാണ് ഒരു ഖുർആൻ പഠിതാവ് എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലിഹി വസഹ്ബിഹി വമൻ വാലാ വബഅദ്. വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഈ ഒരു ആമുഖത്തിനപ്പുറം ഉന്നയിക്കപ്പെട്ടുള്ളത്. അതിൻ്റെ ഉത്തരം കാണാൻ ഞാനൊരു സംഭാഷണ ശകലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ആദ്യം കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് വരാം. ഇവിടെ ഒരു ചോദ്യം, താങ്കൾ എങ്ങനെയാണ് നോമ്പെടുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് ചോദിച്ചതാണ്. താങ്കൾ എത്ര ദിവസം എടുത്താണ് ഖുർആൻ ഓതി തീർക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം. ഒരാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ ഒരു കാരണമുണ്ട്. ചോദിക്കപ്പെട്ടത് അബ്ദുള്ള ഇബ്നു ആമിർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനോടാണ്. ചോദിക്കാനുള്ള കാരണം, അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു മകന് ഒരു കല്യാണം കഴിച്ചു കൊടുത്തു, പെണ്ണെട്ടിച്ചു കൊടുത്തു. അപ്പോൾ കെന്നത്ത് എന്ന് പറയും മരുവൾക്ക്. കല്യാണം കഴിഞ്ഞിട്ട് അംർ ബിൻ ആസ് അമ്മോശാക്ക മരുവളോട് ചെന്നിട്ട് ചോദിച്ചു, കൈഫ അബ്ദുള്ള എങ്ങനെയാണ്, ഭർത്താവ് എങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ മഹദി, നിഅമർ റജുലു മിൻ റജുൽ, എന്തൊരു നല്ല പുതിയാപ്പള, ലാ യനാമുൽ ലൈൽ, രാത്രി ഉറക്കല്ല, വലാ യുഫ്തിറുൻ നഹാർ, പകലിൽ നോമ്പെടുക്കാത്ത അവസ്ഥയിൽ എല്ലാ പകലും നോമ്പാണ്, രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ നിസ്കാരമാണ്. നടന്മാരെ അറിയില്ലേ, കയ്യേക്കി തൊടേണ്ട പുതിയാപ്പള അറിയില്ലേ, എന്ന മാരിക്കത്തൊരു മനുഷ്യനാണ്. രാത്രി മുഴുവൻ നിസ്കാരം, ഉറക്കില്ല, എന്നും പകൽ നോമ്പ്.
പിന്നെ ലം യതഅലന ഫിറാഷൻ വലം യുഫത്തിസ് ലന കനഫൻ, എൻ്റെ മേത്ത് ഇതുവരെ ഒന്നും തൊട്ടിട്ടോലുമില്ല. അങ്ങനത്തെ പുതിയാപ്പിളയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹത്തിന് അത് മനസ്സിലായിട്ടില്ല, എന്ത് പുതിയാപ്പിള ഏതെന്നുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഗൗരവം, ഈ മഹദി ഉദ്ദേശിച്ചത് എന്ത് എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ മകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വലിച്ചു കൊണ്ടുവന്ന് അബ്ദുള്ളയോട് റസൂലുള്ള ചോദിച്ച ചോദ്യമാണത്, താങ്കൾ നോമ്പെടുക്കുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ്, അസൂമുദ്ദഹർ, എല്ലാ ദിവസവും എനിക്ക് നോമ്പാണ്. അപ്പോൾ എത്ര ദിവസം എടുത്തിട്ടാണ് ഖുർആൻ ഓതി തീർക്കുന്നത് ചോദിക്കുമ്പോൾ എല്ലാ രാത്രിയും ഖുർആൻ ഓതി തീർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാകിന്നി അഖൂമു ഉസല്ലി വ അസൂം വ ഉഫ്തിർ ഉസല്ലി വ അന എന്നൊക്കെ പറയും. ഞാനും നോമ്പെടുക്കാറുണ്ട്, ഞാനും നിസ്കരിക്കാറുണ്ട്. പക്ഷെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങാറുണ്ട്, ഞാൻ നോമ്പെടുക്കാത്ത അവസ്ഥയുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫമൻ റഹിമാൻ സുന്നത്തി ഫലൈസ മിന്നി, എൻ്റെ സുന്നത്തിൽ അപ്രിയനാകുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസിനെ തിരുത്തുകയാണ്. മാസത്തിൽ 3 നോമ്പെടുത്താൽ മതി. അപ്പോൾ പറയണേ, എനിക്ക് നല്ല കരുത്തുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ അദ്ദേഹത്തിന് കൂടുതൽ നോമ്പെടുക്കണം. അദ്ദേഹത്തെ പിന്നെ കുറച്ച് നോമ്പെടുക്കുക അങ്ങനെ പറഞ്ഞ് അവസാനം അഫ്ളലു സിയാമു ദാവൂദാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഒരു ദിവസം നോമ്പെടുക്കുക, ഒരു ദിവസം നോമ്പെടുക്കാതിരിക്കുക, ഒന്നിടവിട്ട് നോമ്പ്, അങ്ങനെ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ സാമമൻ സാമദ്ദഹർ, കാലം മുഴുവൻ നോമ്പെടുക്കുന്നവൻ നോമ്പെടുത്തോനല്ല, എനിക്ക് നോമ്പെന്നല്ല എന്ന് പറയുന്നു. പിന്നെ നിസ്കാരത്തിൻ്റെ ഖുർആനോത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നുണ്ട്. എങ്ങനെ ഖുർആൻ ഓതണം? ഞാൻ എല്ലാ രാത്രിയും നോമ്പെടുക്കേണ്ടതെന്നാണ്, എല്ലാ ദിവസവും ഖത്തം തീർക്കേണ്ടതെന്നാണ്, ഓതി തീർക്കേണ്ടതെന്നാണ്. ഈ അബ്ദുല്ലാഹി ഇബ്നു അംർ കല്യാണം കഴിപ്പിച്ചിട്ട്, വാപ്പ കല്യാണം കഴിപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് ആ പെണ്ണിനെ തൊട്ടിട്ട് പോലുമില്ല. ഒരു ദിവസം പോലും അതിൻ്റെ അടുത്തൊന്നും കടന്നിട്ടില്ല. പകലൊക്കെ നോമ്പാണ്, രാത്രി മുഴുവൻ ഓതിയിട്ടുള്ള നിസ്കാരമാണ്. അതിൻ്റെ സങ്കടം അവതരിപ്പിച്ചതാണ് നമ്മൾ കേട്ടത്. എന്തോരല്ല പുതിയാപ്പിള, എല്ലാ ദിവസവും നോമ്പ്, എല്ലാ ദിവസവും ഓതി നിസ്കാരം എന്ന് പറഞ്ഞു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിൽ കണക്കിലെടുത്തിട്ട് ഖുർആൻ ഓതുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തോട് പറഞ്ഞത്, പിന്നെ മാസത്തിൽ 40 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കാനാണ്, 40 ദിവസത്തിൽ ഒരു ഖത്തം തീർക്കാൻ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് അതിനേക്കാൾ കൂടുതൽ കഴിയും എന്ന് പറയുമ്പോൾ മാസത്തിൽ, പിന്നെ 20 ദിവസത്തിൽ. അപ്പോഴൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് കൂടുതൽ കഴിവുണ്ട്, ഇന്നില്ല ഉത്തീഖു അക്സർ മിൻ ദാലിക് എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി 10 ദിവസത്തിൽ, 7 ദിവസത്തിൽ. അപ്പോഴൊക്കെയും അബ്ദുള്ള പറയാണ്, അതിലേറെ ഓതാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞ വിഷയമാണ് നമ്മൾ ഈ വായിക്കുന്നത്. അദ്ദേഹത്തോട് പറഞ്ഞത്, മൻ ഖറഅൽ ഖുർആന ഫി അഖല്ലി മിൻ 3 ലം യഫ്ഖഹു. 3 ദിവസത്തിനുള്ളിൽ ഒരാൾ ഖുർആൻ ഓതി ഖത്തം തീർത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ലം യഫ്ഖഹു, ഖുർആൻ ഗ്രഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും 3 ദിവസത്തിനുള്ളിൽ ഖത്തം തീർക്കാൻ പാടില്ല എന്ന് അബ്ദുള്ളയെ കർക്കശമായി വിരോധിച്ചു. ചില നിവേദനങ്ങളിൽ 7 ദിവസം ടൈം എടുത്ത് അദ്ദേഹം പറയുന്നുണ്ട്, 7 ദിവസത്തിന് ഉള്ളിൽ ഓതി തീർക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് മുന്നറിയിപ്പ് നൽകി എന്ന് പറഞ്ഞിട്ട് ആ ഒരു വൈവാഹിക ജീവിതത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധന്യമാക്കി എന്നുള്ളതാണ്. നമ്മുടെ വിഷയം ഈ പ്രയോഗമാണ്. വല്ലവരും 3 ദിവസത്തിനുള്ളിൽ ഖുർആൻ ഓതിയാൽ അവന് ഖുർആൻ ഗ്രഹിക്കാനാകില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ, എന്തിനാണ് ഖുർആൻ ഓതണത്? ഖുർആൻ ഓതുമ്പോൾ എങ്ങനെ ഓതണം, എന്തിനോദണം? അത് ഖുർആൻ ഗ്രഹിക്കാനാണ്, അതിൽ ബോധ്യമുള്ളവനാകാനാണ്, ഖുർആൻ പഠിച്ചോതാനാണ്. അത് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണർത്തിയത്.
ഈ സൂറത്തുകൾക്കൊരു പേരുണ്ട് ഇതിന് മൊത്തത്തിൽ. ആരാ പറയാ? ഇതേതൊക്കെ സൂറത്തെന്ന് പറഞ്ഞാൽ ഹൂദ്, വാഖിയ, മുർസലാത്ത്, നബ, അമ്മ യതസാഅലൂൻ, കുവ്വിറത്ത്. ഇതിനെന്താ പറയാ? ഈ സൂറത്തുകൾ അതിൻ്റെ വിഷയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നിരീക്ഷിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് പറയാണ്, റസൂലെ ഷിബ്ത്, നിങ്ങൾക്ക് നിരയേറ്റല്ലോ. ഭയങ്കരം എന്നറിയാൻ പറ്റില്ല, കാരണം ചില പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. നിരയേറ്റല്ലോ എന്ന് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചതാണ്, ഷയ്യബത്നി ഹൂദ് വ അഖവാതുഹ, ഹൂദും ഹൂദിൻ്റെ സഹോദരികളായ സൂറത്തുകളാണ് എനിക്ക് നിരയേൽപ്പിച്ചത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താ? ഈ സൂറത്തിൻ്റെ ഇതിൻ്റെ പ്രത്യേകത ഹൂദും വ അഖവാതുഹ, അതാണ് ഈ സൂറത്തുകൾ. ഇവ എനിക്ക് നരബാധിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഈ സൂറത്തുകൾ ഉണ്ടല്ലോ, അതിൽ പരലോകം നേരിട്ട് നോക്കി കാണും പോലെയാണ് ചില സൂറത്തുകളൊക്കെ. പിന്നെ അതിൽ മറ്റ് ചില വൃത്താന്തങ്ങളുണ്ട്. വിശിഷ്ട സൂറത്ത് ഹൂദിൽ റസൂലുള്ള പറയാണ്, ഈ സൂറത്തുകളാണ് എന്നെ നരബാധിച്ചത് എന്ന്. ഒരിക്കലൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഹൂദ് സൂറത്തിൽ നബിമാരുടെ കഥകളാണ്. പിന്നെ നബിമാർ പ്രബോധനം ചെയ്തിട്ട് നബിമാരെ കളവാക്കിയ ജനവിഭാഗങ്ങൾ ശിക്ഷിക്കപ്പെട്ടത്, നശിപ്പിക്കപ്പെട്ടതൊക്കെയാണ് സൂറത്ത് ഹൂദിൻ്റെ വിഷയം. അപ്പോൾ സഹാബി ചോദിക്കുകയാണ്, റസൂലേ, നബിമാരുടെ കഥകളും സമൂഹങ്ങൾ നശിപ്പിക്കപ്പെട്ടതും ശിക്ഷിക്കപ്പെട്ടതും ആ ചരിത്രങ്ങളാണോ നിങ്ങളെ നരപ്പിച്ചത് ചോദിക്കണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് പ്രതികരിച്ചത്, അല്ല, എന്നെ നരപ്പിച്ചത് ഈ വചന. വചന എന്താ? അത് ഓദിക്കേ മലേ. ഫസ്തഖിം കമാ ഉമിർത്, ഫസ്തഖിം കമാ ഉമിർത് വല്ലദീന മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ എന്ന ആയത്ത് ഉണ്ടോ? അതിൻ്റെ അർത്ഥം നോക്കിയത് നിങ്ങൾ. എന്നെ നരപ്പിച്ചത് ഈ സൂറകളിൽ വിശിഷ്യ ഈ ആയത്താണ്. അള്ളാഹു കൽപ്പിച്ചതുപോലെ ഫസ്തഖിം കമാ ഉമിർത്, ഇസ്തിഖാമത്തിൽ കഴിയാനാണ്. വലാ തത്ഗൗ എന്നാണ്. ഒരടി മുന്നോട്ട് ചവിട്ടാൻ പാടില്ല. പറഞ്ഞോടത്ത് വരച്ചിടത്ത് നിന്ന് വ്യതിചലിക്കുമോ, അധികം ചെയ്തു പോകുന്ന ആ പേടിയിൽ, ആ സൂക്ഷ്മതയിൽ പെരുമാറിയത് കാരണത്താലാണ് നര എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചോദ്യം തദബ്ബുർ എന്ത് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ? വൈദ മറബി ആയത്തി റഹ്മത്തിൻ സഅൽ, അള്ളാഹു റഹ്മത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകൾ ഓതുമ്പോൾ ആ റഹ്മത്തിനെ ചോദിക്കും. വൈദ മറബി ആയത്തി അദാബിൻ, ശിക്ഷ പ്രതിപാദിക്കുന്ന ആയത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്തജാർ തഅവ്വദ്, രക്ഷ തേടും. വൈദ മറബി ആയത്തിൻ ഫിഹ തൻസീഹുൻ ലില്ലാ, അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തുന്ന ആയത്തുകൾ പരാമർശിക്കപ്പെടുന്നത് ഓതുമ്പോൾ സബ്ബഹ്, റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് ഓതും. ഖുർആൻ്റെ ആയത്തുകൾ ഓതുമ്പോൾ ആ ആയത്തിൽ പരാമൃഷ്ടമായ വിഷയമെന്തെന്ന് നോക്കി ബോധ്യപ്പെട്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട് അതിനനുസരിച്ച് പ്രതികരിക്കുന്ന വായന, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖുർആനോടുള്ള പെരുമാറ്റം. അതാണ് തദബ്ബുറിൻ്റെ ചരിത്രം എങ്ങനെ എന്നതിൻ്റെ. ആ തദബ്ബുറിൽ ആശയങ്ങൾ നിരീക്ഷിക്കും, പൊരുളുകളിൽ ചിന്ത നടും, ദൃഷ്ടാന്തങ്ങളിൽ ഉൾക്കാഴ്ചയുണ്ടാകും, വിഷയങ്ങൾ ഗ്രഹിക്കും. ഒരാൾ ഖുർആൻ വചനങ്ങളെ
സൂക്തങ്ങളെ, സൂറകളെ ഇങ്ങനെ സമീപിക്കുന്നുവെങ്കിൽ, ആശയങ്ങളെ നിരീക്ഷിച്ച് പൊരുളുകളിൽ ചിന്ത നട്ട് ദൃഷ്ടാന്തങ്ങളിൽ ഉൾക്കാഴ്ചയുള്ളവനായി വിഷയങ്ങൾ ഗ്രഹിച്ചുകൊണ്ടാണ് ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നതെങ്കിൽ അതിന് പറയുന്ന പേരാണ് തദബ്ബുർ. അതിന് വേണ്ടിയാണ് 3 ദിവസത്തിൽ കുറച്ച് ഖുർആൻ ഓതി തീർക്കരുത് എന്ന് പറഞ്ഞത്, വിലക്കിയത്. അങ്ങനെ ഓതിയത് കാരണത്താലാണ് ആദരവിറ്റ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ പോലും നര വീണത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത്. ഇതാണ് ആ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്. അപ്പോൾ തദബ്ബുർ എന്താണ് എന്നതാണ് ഷെയ്ഖിൻ്റെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആനിനെ കൽബുകൊണ്ട് ഏറ്റുവാങ്ങുന്ന ആളുകൾക്ക് മാത്രമേ ആ കൽബിൽ വെച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ സഞ്ചരിക്കാൻ പറ്റൂ എന്നതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയൊക്കെ ജീവിതത്തെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ പൊതുവെ ചിന്തിക്കുക, ഞാൻ ആ ദർജയിലൊന്നുള്ള ആളല്ലല്ലോ, ഞാനൊരു പാവം, ഒരു സാധാരണക്കാരനായ ഒരാളാണല്ലോ. അപ്പോൾ ഒരു പാരായണക്കാരൻ എന്ന നിലക്ക് എനിക്ക് ഈ തദബ്ബുർ എന്ന് പറഞ്ഞ അതിമഹനീയമായ ശ്രേണിയിലേക്ക് എനിക്ക് ഉയരാൻ പറ്റുമോ? അതല്ല, തദബ്ബുർ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ വെറും പാരായണത്തിനപ്പുറം ഒരു പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാവാകേണ്ടതുണ്ടോ എന്നതാണ് അടുത്ത ഒരു ചിന്ത. ഉസ്താദേ, ചോദ്യം പ്രസക്തമാണ്. അതിൻ്റെ ഉത്തരങ്ങൾ ചിലത് നമ്മൾ കേട്ടുപോയി. ഒരിക്കൽ നഹീഖ് ഇബ്നു സിനാൻ അസ്സുലമി പറയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നിട്ട് അദ്ദേഹം ഒരു ഊറ്റം പറയാണ്. എന്താ ഊറ്റം? ഖറഅത്തുൽ മുഫസ്സല അല്ലൈലത ഫീ റക്അത്തിൻ. ഞാൻ ഇന്നലെ രാത്രി നിസ്കരിച്ചു, ഒരു റക്അത്തിൽ ഞാൻ മുഫസ്സൽ ഓതി തീർത്തു എന്നാണ്. ഒരു റക്അത്തിൽ മുഫസ്സൽ ഓതി എന്നാണ്. അത് ഈ മുഫസ്സൽ എന്തിനാ മുഫസ്സൽ അറിയാം? യേശ് ചെറിയ ചെറിയ ആയത്തോ അല്ല. അൽ മുഫസ്സൽ എന്ന് പറഞ്ഞെങ്കിൽ സൂറത്തുൽ ഹുജറാത്ത് മുതൽ നാസ് വരെയുള്ള ഭാഗം, അല്ലെങ്കിൽ സൂറത്ത് ഖാഫ് മുതൽ നാസ് വരെയുള്ള ഭാഗം. വിശുദ്ധ ഖുർആൻ അസ്സബുഉ തിവാൽ, അംഫാൽ തൗബ വരെയുള്ള ഭാഗങ്ങൾ, പിന്നെ അൽ മസാനി, പിന്നെ അൽ മിഊൻ, പിന്നെ അൽ മസാനി, പിന്നെ അൽ മുഫസ്സൽ, ഇങ്ങനെ 4 ഭാഗമായിട്ടാണ്. അതിൽ സൂറത്ത് ഖാഫ് അല്ലെങ്കിൽ ഹുജറാത്ത് മുതൽ നാസ് വരെയുള്ള സൂറത്തുകൾക്കാണ് എന്താ പറയുക അൽ മുഫസ്സൽ എന്ന് പറയുക. ഇത് മുഴുവൻ ഞാൻ ഒരു റക്അത്തിൽ ഓതി എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നഹീഖ് വന്ന് പറയുന്നത്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറയാണ്, ഹദ്ദം മിസ്ല ഹദ്ദി ശഅർ ഔ നസ്റൻ മിസ്ല നസ്രി ദഖൽ. കവിത ചെല്ലണത് പോലെ സ്പീഡിൽ ചെല്ലുക, കാരക്ക എറിയണത് പോലെ ഇങ്ങനെ വിതറിയ, അങ്ങനെ ഖുർആൻ ഓതുന്നത് സ്പീഡ് മോഷനിൽ, സ്പീഡിൽ. ലാ തഹുസുൽ ഖുർആന ഹദ്ദ, അങ്ങനെ കവിത ചെല്ലുന്നത് പോലെ സ്പീഡിൽ ചെല്ലരുത്. വലാ തൻസുറൂഹു നസ്റ ദഖൽ, ഈ ചെള്ള് കാരക്ക വലിച്ചെറിയണത് പോലെ ഇങ്ങനെ വിതറരുത്. പിന്നെയോ ഖിഫു ഹർരികു ബിഹിൽ ഖുലൂബ്, ഹൃദയങ്ങളെ ചലിപ്പിക്കണം, ഹൃദയങ്ങളെ സജീവമാക്കണം. വലാ യകുൻ ഹമ്മു അഹദിക്കും ആഖിറ സൂറ, ഒരു സൂറത്ത് ഓതി തീർക്കണം എന്നുള്ളതാകരുത് ലക്ഷ്യം. ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. അപ്പോൾ ഇവിടെ എങ്ങനെ തദബ്ബുർ? അതിന് അവധാനത, പാരായണത്തിൽ ആശയം ഗ്രഹിച്ച് ഇങ്ങനെ വാരി വലിച്ച് സ്പീഡിൽ ഉള്ള പാരായണം നടത്തിയാൽ അതിന് സാധ്യമല്ല എന്ന് ഇബ്നു മസ്ഊദ് തൻ്റെ ശിഷ്യൻ നഹീഖിനെ തിരുത്തുമ്പോൾ
ഈ വിഷയത്തിൽ നോക്കി നിങ്ങൾ ആയത്ത്. അള്ളാഹു എന്തിനാ ഖുർആൻ ഇറക്കിയത്? വായിച്ചേ. കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ലിയദ്ദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ് എന്നാണ്. ലിയദ്ദബ്ബറു ആയാതി, അനുഗ്രഹീതമായി ഈ കിതാബിനെ ഇറക്കിയത് അതിലെ ആയത്തുകളിൽ തദബ്ബുർ നടത്താനാണ്. ചിന്ത നടണം, വിഷയം ഗ്രഹിക്കണം, പൊരുളറിയണം, ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കണം, ഹൃദയം അങ്ങനെ സജീവമാകണം. അതിനാണ് ഇറക്കിയത്. അങ്ങനെ അല്ലാതെ ഖുർആൻ ഓതുന്ന ആളുകളോട് വിശുദ്ധ ഖുർആൻ 2 സ്ഥലത്ത് അള്ളാഹു ചോദിച്ചു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. സൂറത്ത് നിസായിലും സൂറത്ത് മുഹമ്മദിലും ചോദ്യം, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ഇത് കപട വിശ്വാസികളോടുള്ള ചോദ്യമാണ്. കേവല വായനക്കപ്പുറം ഈ ആളുകൾ ഖുർആനെ തദബ്ബുർ നടത്തുന്നില്ലേ എന്നാണ്. ഇതിൻ്റെ പൊരുളറിഞ്ഞ് ആശയം ഗ്രഹിച്ച് വിഷയം മനസ്സിലാക്കിയിട്ട് ഓതുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. കുഫാറിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചതാണ് അഫലം യദ്ദബ്ബറുൽ ഖൗൽ എന്നത്. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ് തദബ്ബുറിൻ്റെ വിഷയം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് കേവലം പാരായണം കൊണ്ട് മാത്രം ഒരാൾക്ക് തദബ്ബുർ സാധ്യമാകില്ല. മറിച്ച് ഖുർആനിൻ്റെ വചനങ്ങളിലടങ്ങിയിട്ടുള്ള ആശയങ്ങൾ അത് അതിൻ്റേതായ അർത്ഥങ്ങളിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ തദബ്ബുർ സാധ്യമാകുന്നത്. ഷെയ്ഖ് പറഞ്ഞതുപോലെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് ലിയദ്ദബ്ബറു ആയാതിഹി, ഖുർആനിൻ്റെ വചനങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ. വേറൊരു സ്ഥലത്ത് പറഞ്ഞത് അഫല യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അപ്പോൾ ഖുർആനിനെ മൊത്തത്തിലും ഖുർആനിൻ്റെ വചനങ്ങളെ പ്രത്യേകിച്ചും ചിന്തകൾക്ക് വിധേയമാക്കുക എന്നത് അനിവാര്യമാണ്. ഇത് ജസ്റ്റ് ഒരു അറബി അക്ഷരമാല പഠിച്ച് ഖുർആനിൻ്റെ വചനങ്ങൾ ജസ്റ്റ് പാരായണം ചെയ്തതുകൊണ്ട് മാത്രം സാധ്യമാകില്ല. മറിച്ച് ആ ആനന്ദം നുകരണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ നല്ല ഒരു പഠിതാവാകണം. ആ പഠിതാവ് മാത്രമല്ല, പഠിച്ചതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്ന നല്ല ഒരു വിശ്വാസി കൂടിയാകുമ്പോൾ മാത്രമാണ് തദബ്ബുർ സാധ്യമാകുന്നത് എന്നതാണ്. ഇതിനോട് ചേർത്ത് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ആരാധനകൾ ഒരു വിശ്വാസിയുടെ ആനന്ദമാണ് അല്ലേ? നമ്മൾ ആരാധനകൾ ആസ്വദിക്കുന്നവരുണ്ട്, ആരാധനകൾ ഒരു കടമ എന്നോണം അത് ചെയ്തു തീർക്കുന്ന ആളുകളുണ്ട്. രണ്ടും 2 ലെവലാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠനവും പാരായണവും ഒരു ആരാധനയാണ്. ആ ആരാധന ആസ്വദിച്ചു കൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ പ്രതിഫലത്തിന് വേറൊരു ലെവലാണ്. എപ്പോഴും ഒരു സൽക്കർമ്മം കൽപ്പന ഉണ്ട്, അതുകൊണ്ട് ഞാനങ്ങോട്ട് ചെയ്യാണ്. റമദാനാണ്, ഖുർആൻ ഓതണം, ക്ലാസ്സിലെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് ഓതി വെക്കണം, ഉസ്താദ് ചോദിക്കും, അതുകൊണ്ട് ഞാനൊന്ന് പഠിച്ചേക്കട്ടെ. അത് ഒരു കടമ നിർവഹണം മാത്രമാണ്. മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് അതിനെ ഒരു ആസ്വാദനവും ആനന്ദവുമായി എടുക്കുന്ന ഒരു വിശ്വാസി അത് ശരിക്ക് എൻജോയ് ചെയ്യും. അതൊരിക്കലും താഴെ വെക്കൂലവൻ. എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിനെ, അതിൻ്റെ തദബ്ബുറിനെ ഒരു ആനന്ദമായി സ്വീകരിക്കാൻ സാധ്യമാകുന്നത്? നല്ലൊരു ചോദ്യം. നമുക്കത് ഒന്ന് അനുഭവിക്കാൻ, എൻ്റെ ഉത്തരം ഒന്ന് അനുഭവിക്കാൻ. ഇവിടെ സൂറത്തു ദുഹയാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. അതൊന്നും മാഷാ അല്ലാ അദ്ദേഹം ശ്രവണ സുന്ദരമായ പാരായണമാണ്. മാഷാ അല്ലാ തബാറക്കല്ലാ. അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദത്തിൽ കേട്ടതിന് ശേഷം നമുക്ക് ഇൻഷാ അല്ലാ ഞാൻ അതിനെക്കുറിച്ചൊരു അനുബന്ധ ചരിത്രം പറയാം ബിഇദ്നില്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ
മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. الله يبارك. ഈ ആയത്തിൽ, ഈ സൂറത്തിൽ ഇമാം യഹ്യ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹുബൈറ എന്ന പണ്ഡിതൻ, അദ്ദേഹം പണ്ഡിതനാണ്. അദ്ദേഹം അൽ വസീർ എന്ന പേരിൽ വിശ്രുതനാണ്. അൽ വസീർ എന്ന് പറഞ്ഞാൽ എന്താ? മന്ത്രി. അബുൽ മുഗഫർ അൽ വസീർ യഹ്യ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹുബൈറ റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റയുടെ 499 ജനിച്ച് 561 മരിച്ച മഹാനാണ്. വലിയ ഇല്ലായ്മയിൽ നിന്ന് വളർന്ന് പിന്നെ വൈജ്ഞാനികമായി തെളിഞ്ഞ് മന്ത്രിയാണ്. അദ്ദേഹം മന്ത്രി ആ ജോലിയിൽ നിപുണനും ശ്രേഷ്ഠനുമാണ്. ഒപ്പം പഠിച്ച് വളർന്ന് തെളിഞ്ഞ മഹാൻ. അൽ ഇഫ്സാഹ് ഫി മആനി അസിഹാഹ് എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ രചന നമിച്ചു പോകും. അത്ര വൈജ്ഞാനികമായിട്ടുള്ള ഒരു രചനയാണത്. അദ്ദേഹം മന്ത്രിയായിരിക്കെ തന്നെ അതിൻ്റെയൊക്കെ രചന നടത്തി. അദ്ദേഹത്തിന് ആ മന്ത്രിസ്ഥാനം അലങ്കരിക്കുന്നതിനോടൊപ്പം വിദ്വൽ സദസ്സുകളുണ്ടായിരുന്നു, വിജ്ഞാന സദസ്സുകൾ, നിറഞ്ഞ സദസ്സുകളുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ചരിത്രം. അദ്ദേഹം വിശുദ്ധ ഖുർആൻ തദബ്ബുർ ചെയ്യുന്നതിൽ വലിയ അവഗാഹം നൽകപ്പെട്ട പണ്ഡിതനായിരുന്നു. അദ്ദേഹം സൂറത്തു ദുഹ വായിച്ചു. എന്നിട്ട് അദ്ദേഹം സൂറത്ത് ദുഹയെക്കുറിച്ച് പറഞ്ഞത് 2 സത്യങ്ങൾ. സൂറത്ത് ദുഹയിൽ 2 സത്യങ്ങൾ. എവിടെ 2 സത്യങ്ങൾ? ഒന്ന് വദ്ദുഹ, ദുഹയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രി അതിൻ്റെ ഇരുട്ട് പരത്തുമ്പോൾ ആ രാത്രിയാണ് സത്യം. അള്ളാഹു പകലിനെ കൊണ്ടും രാവിനെ കൊണ്ടും സത്യം ചെയ്തു. 2 സത്യങ്ങൾ. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് സത്യം ചെയ്തത്? അള്ളാഹു എന്തിനാണ് സത്യം ചെയ്തത്? 2 കാര്യങ്ങൾ നിരാകരിക്കാനാണ്. സത്യത്തിൻ്റെ ജവാബ് 2 നിരാകരണങ്ങളാണ്. ഒന്ന്, മാ വദ്ദഅക റബ്ബുക്, അങ്ങയുടെ റബ്ബ് അങ്ങയെ മാറ്റി നിർത്തിയിട്ടില്ല. വമാ ഖല, രാവാകട്ടെ പകലാകട്ടെ ദേഷ്യപ്പെടുന്നൊരവസ്ഥയുണ്ടായിട്ടില്ല. ഇപ്പോൾ 2 കാര്യങ്ങളെ നിരാകരിക്കാനാണ് 2 സത്യങ്ങൾ. വദ്ദുഹ വല്ലൈലി ഇദാ സജ, മാ വദ്ദഅക റബ്ബുക്, അങ്ങയുടെ റബ്ബ് അങ്ങയെ മാറ്റി നിർത്തിയിട്ടില്ല, അങ്ങയോട് ദേഷ്യപ്പെട്ടിട്ടില്ല, അങ്ങയോടൊന്നില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. ഈ 2 ആയത്തുകൾ ഇറങ്ങാൻ കാരണം അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറയാണ്, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ശൈത്താൻ നിൻ്റെ അടുക്കൽ വരാറുണ്ടല്ലോ, അതെന്തപ്പോൾ വരാത്തത് എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചില ദിവസങ്ങളിൽ വഹ്യ് വൈകി. അപ്പോൾ ആ അവസരം മുതലെടുത്താണ് ഉമ്മു ജമീൽ ഇങ്ങനെ പറഞ്ഞത്. ജിബ്രീൽ വരാത്തതിനെക്കുറിച്ചാണ് അവൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈർഷ്യപ്പെടുത്തിയിട്ട്. അത് മക്കക്കാർ ഏറ്റെടുത്തു. മക്കക്കാർ പറഞ്ഞു, തുരിക്ക മുഹമ്മദ് വിഗണിക്കപ്പെട്ടിരിക്കുന്നു, മുഹമ്മദിന് പാരുമില്ല എന്ന് പറഞ്ഞത് മക്കക്കാർ പാട്ടാക്കിയപ്പോൾ അതിനെ പ്രതികരിച്ചാണ് അള്ളാഹ് പറയുന്നത്, വദ്ദുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല, അങ്ങയുടെ റബ്ബ് ദുഹയാണ് സത്യം, ലൈലാണ് സത്യം, അങ്ങയൊന്നും മാറ്റി നിർത്തിയിട്ടില്ല, പിന്നല്ലേ ഒഴിവാക്കൽ. വമാ ഖല, ദേഷ്യപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ടില്ല റബ്ബിന്. ഈ 2 കാര്യങ്ങൾ. എന്നിട്ട് പിന്നെ ഇബ്നു ഹുബൈറ പറയാണ്,
ആ സത്യത്തിനപ്പുറം 2 നിരാകരണങ്ങൾ ഉണ്ടായി, പിന്നെ 2 സ്ഥിരീകരണങ്ങൾ. അതാണ് ഇതിൻ്റെ ജവാബാണ്, സത്യത്തിൻ്റെ ജവാബാണ്. 2 സ്ഥിരീകരണങ്ങൾ. എന്താ സ്ഥിരീകരണങ്ങൾ? ഒന്ന്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഈ ദുനിയാവിനേക്കാൾ അങ്ങേക്ക് ഉത്തമം ആരാ? ആഖിറത്താണ്. രണ്ടാമത്തെ സ്ഥിരീകരണം, വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ, അങ്ങേക്ക് റബ്ബ് തരും അങ്ങ് തൃപ്തി അടയുവോളം. ഉണ്ടോ? സത്യം ചെയ്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പറഞ്ഞു. ഈ 2 ആയത്ത് ഇറങ്ങാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വഴിയെ വരാനിരിക്കുന്ന യുദ്ധവിജയങ്ങളും യുദ്ധാർജിത സ്വത്തുക്കളും കാണിക്കപ്പെട്ടു. അതൊക്കെ തിരുവിയോഗ ശേഷം വരാനിരിക്കുന്നതാണ്. അപ്പോൾ ഫസുറ ബിദാലിക എന്ന റസൂലുള്ളാഹിക്ക് അതിലൊരു സന്തോഷം ഉണ്ടായി കണ്ടപ്പോൾ, വരാനിരിക്കുന്ന യുദ്ധവിജയങ്ങൾ, യുദ്ധാർജിത സ്വത്തുക്കൾ. അപ്പോൾ അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയാണ്, വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, ഇതൊക്കെ ദുനിയാവാണ്, അങ്ങേക്ക് ഇതിനേക്കാൾ നല്ലത് ആഖിറാണ്. അവിടെ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ, പടച്ചോൻ നന്നായി തരും തൃപ്തി അടയോളം. ആ റിപ്പോർട്ടിൽ കാണാം 1000 കൊട്ടാരങ്ങൾ, അതിൽ ഓരോന്നിലും മതിയായതെന്തോ അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തിരുദൂതരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഇടം കാണാൻ നമ്മളൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതാണ് 2 സ്ഥിരീകരണങ്ങൾ. എന്നിട്ട് ഇബ്നു ഹുബൈറ പിന്നെ പറയാണ്, അള്ളാഹു അവിടെ തരുന്നാണ്, ആഖിറം അതാണ് അങ്ങേക്ക് ഉത്തമ, അവിടെ തരും തൃപ്തി അടയോളം. അതിൻ്റെ തെളിവ് 3 അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അള്ളാഹു നൽകിയത് പറയാണ്. ഇവിടെ അള്ളാഹു നൽകിയത് 3 അനുഗ്രഹങ്ങൾ അതേതാ? വായിച്ചേ. അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. ഇതൊക്കെ പഠിച്ചോ. അങ്ങ് യതീമായിരുന്നു, അങ്ങേക്ക് അള്ളാഹ് അഭയം നൽകി. അങ്ങ് വഴിയറിയാത്ത അവസ്ഥയിലായിരുന്നു, അള്ളാഹു അങ്ങേക്ക് മാർഗം കാണിച്ചു. അങ്ങ് അന്യാശ്രയക്കാരനെന്ന പോലെ അബൂതാലിബിൻ്റെ അടുക്കലായിരുന്നു, പക്ഷേ അള്ളാഹു അങ്ങേക്ക് ഐശ്വര്യം കനിഞ്ഞു. ഇതൊക്കെ ഇവിടെ തന്നില്ലേ? ആഖിറത്തിൽ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ എന്ന് പറഞ്ഞത് അങ്ങേക്ക് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 അനുഗ്രഹങ്ങളെ എണ്ണി പറയുകയാണ്. പിന്നെ തുടർന്ന് 3 വസിയ്യത്തുകൾ. അതാണെന്ത്? ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ വഅമ്മ സ്സായില ഫലാ തൻഹർ വഅമ്മ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. പല നബിമാർക്കും നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് ചില ആലോചനയുണ്ട്, അതിനെക്കുറിച്ചൊക്കെ നിവേദനങ്ങളിൽ കാണാം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അലം യജിദ്ക യതീമൻ ഫആവ വവജദക ളാല്ലൻ ഫഹദ എന്നുള്ള ആയത്തുകളെ അനുസ്മരിച്ചത് എന്ന് കാണാൻ സാധിക്കും. ഇതിനെ തുടർന്ന് അലം നശ്റഹ് ലക സദ്റക് വവദഅന അൻക വിസ്റക് അല്ലദീ അൻഖദ ളഹ്റക് തുടങ്ങിയ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു എണ്ണിയതൊക്കെ ചില നിവേദനങ്ങളിൽ വായിക്കാൻ സാധിക്കും. ഇവിടെ മന്ത്രിയായ യഹ്യ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹുബൈറ അൽ വസീർ എന്നവർ, നോക്കി നിങ്ങൾ ഈ സൂറത്തിനെ വായിച്ചത്, ഈ നിരീക്ഷണങ്ങളെ വലിയൊരു കാര്യമായിട്ടാണ് നമ്മൾ തഫ്സീറുകളിൽ വായിക്കുക. 2 സത്യങ്ങൾ. എന്തിനാണ് സത്യം ചെയ്യണത്? സത്യം ചെയ്തിട്ടൊരു കാര്യം ഉറപ്പിക്കാനാണ്. ഉറപ്പിച്ചിട്ട് 2 നിരാകരണങ്ങൾ, മാ വദ്ദഅക മാ ഖല. പിന്നെ 2 സ്ഥിരീകരണങ്ങൾ. സത്യം ചെയ്തിട്ട് അള്ളാഹ് പറയണം വദ്ദുഹ വല്ലൈൽ, സത്യം ചെയ്തിട്ട് പറയാണ് വലസൗഫ വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദ. എന്നിട്ട് അതിനെ സ്ഥിരീകരിക്കാൻ 3 അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയത്. പിന്നെ ഈ അനുഗ്രഹങ്ങൾ കിട്ടിയ അങ്ങയെ സംബന്ധിച്ചിടത്തോളം 3 വസിയ്യത്തുകളുണ്ട്. ആ വസിയ്യത്ത്, യതീമിനെ ഫലാ തഖ്ഹർ, ഒരിക്കലും അടക്കി വാഴാൻ പാടില്ല. സായിൽ, ചോദിച്ചു വരുന്നവനെ ഫലാ തൻഹർ, ആട്ടിപ്പായിക്കാൻ പാടുള്ളതല്ല. റബ്ബിൻ്റെ നിഅമത്ത് കിട്ടുമ്പോൾ ഫഹദ്ദിസ്, അത് പറയണം റബ്ബിൻ്റേതാണെന്ന് ശുക്രോടുകൂടി. ഉണ്ടോ? ഇതൊക്കെയാണ് ഇതിൻ്റെ വിഷയം എന്നാണ് ഇബ്നു ഹുബൈറയുടെ വായന. വരികൾക്കിടയിൽ പൊരുളറിഞ്ഞ് ആശയം ഗ്രഹിച്ച് അവതരണ പശ്ചാത്തലത്തെ ഉൾക്കൊണ്ട്
വായിക്കുന്ന ഈ വിഷയം, ഇതാണ് തദബ്ബുർ. അതിൻ്റെ ഒരു ചരിത്രം. ഉസ്താദ് നമ്മളോട് പറഞ്ഞത് പരിശുദ്ധ ഖുർആനിനെ അടുത്തറിഞ്ഞ് സ്നേഹിച്ച് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ സഞ്ചരിച്ച ആളുകൾ അവർ പോയ സഞ്ചാരപാതകൾ ജസ്റ്റ് അർത്ഥങ്ങളിലും ആശയങ്ങളിലും ഒതുങ്ങി നിൽക്കുന്നതല്ല. അവരുടെ ചിന്തകൾ അതിനുമപ്പുറം പല മേഖലകളിലൂടെയും ആ ആയത്തിലൂടെ അവർ വഴികൾ കണ്ടെത്തി എന്നതാണ്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാത്തിൽ ലിഉലിൽ അൽബാബ് എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മൾക്ക് എപ്പോഴും കാണാം അല്ലേ? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്. ഇത് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ, അതിൻ്റെ വാക്കർത്ഥത്തിലൊക്കെ അതാണുള്ളത്. പക്ഷേ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. അതൊരു ചിന്തയാണ് അല്ലേ? അതൊരു ചിന്തയാണ്. വാക്കർത്ഥങ്ങൾ പഠിച്ചു, ആ വാക്കർത്ഥങ്ങൾക്കപ്പുറത്തേക്ക് ഒരാശയത്തിലേക്ക് പോയപ്പോൾ ആ തഫക്കുർ ഉണ്ടായത് എന്താണ്? പഠിച്ചോനെ റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. അതിൽ നിന്നുണ്ടായൊരു വികാരം എന്താണ്? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക്. പിന്നെയോ ഫക്കിന അദാബ്. കണ്ടോ, നേരെ പരലോകത്ത് ആ സഞ്ചാരം പോയത് പ്രകൃതിയുടെ അത്ഭുതങ്ങളിൽ നിന്നും പരലോകത്തിലെ പര്യവസാനത്തിലേക്ക് നീണ്ട അതിവേഗത്തിലുള്ളൊരു യാത്ര ആ ഖുർആനിക വചനങ്ങളിലുണ്ട്. അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ആനന്ദവും ആസ്വാദനവും ഖുർആനിക സഞ്ചാരത്തിലൂടെ നമുക്ക് സാധ്യമാകുന്നത് എന്ന് പറഞ്ഞാൽ, അവസാനമായി ഈ ഒരു മേഖലയിൽ നമ്മൾക്ക് സൂക്ഷിച്ചു വെക്കാൻ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ കൊണ്ട് ആനന്ദം അനുഭവിച്ച, അതിൻ്റെ തദബ്ബുറ് കൊണ്ട് ഹൃദയത്തിൽ അത്ഭുതം രചിച്ച പൂർവികന്മാരായ സലഫുകൾ, അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഭവം ഇതുമായി ഉസ്താദിന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണ്. ഇതോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ്. ഞാനിവിടെ നമ്മളെ സഹോദരികൾ മഹദികളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ കൺക്ലൂഷനിൽ ഒരു ചരിത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കണം. സൂറത്തു ഖസസിലെ 7-ാമത്തെ വചനമാണിത്. ഓ ഉഹൈന ഇല ഉമ്മി മൂസ അൻ അർദിഇ എന്ന് തുടങ്ങുന്ന ഈ വചനം. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ പലതിലും ഒരു കഥ നൽകുന്നുണ്ട്. അബ്ബാസി കവി അൽ അസ്മഇ, അബ്ദുൽ മലിക് അൽ അസ്മഇ, ഭയങ്കര ധിഷണാശാലിയായ വലിയ പ്രതിഭയായ കവിയായിരുന്നു അസ്മഇ. ഭാഷ കൊണ്ട് അമ്മാനമാടി അത്ഭുതങ്ങൾ തീർത്ത മഹാകവി. ഈ സൗത്തു സഫീരിൽ ബുൽബുലി ഹയ്യജ കൽബി സേമിലി കേൾക്കാറുണ്ടോ? ഇപ്പം ഇങ്ങനെ ഈയിടെയായിട്ട് ഇങ്ങനെ അതിൻ്റെ വരികൾ വരും അല്ലേ? അസ്മാഇൻ്റെ കവിതയാണത്. സൗത്തു സഫീരിൽ ബുൽബുലി ഹയ്യജ കൽബി സേമിലി അൽമാഉ വസ്സഹ്റു മഅ സഹ്രി ലഹ്ദിൽ മുഖലി വഅൻത യാ സയ്യിദലി വസയ്യിദി വമൗലലി ഫകം തയമ്മുനി ഉസയ്യിലുൻ ഉഖൈഖലി ഫഖുൽ. അങ്ങനെ ഒരു കവിത. ഏതായാലും ഈ അസ്മാഇ ഒരു ഗ്രാമത്തിലൂടെ നടക്കുമ്പോൾ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ഒരു ഖൈമ, മരുഭൂമിയിലെ ഒരു ടെൻറ്റ് കണ്ടു. ആ ടെൻറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട്, ഒരു മഹദി, ഒരു ഗ്രാമീണ സ്ത്രീ അറാബിയത്ത് ഇരിക്കുന്നുണ്ട്. ഈ അറാബിയത്ത് ആ ടെൻറ്റിൽ നിന്ന് 2 വരി കവിത ചൊല്ലി. അതെന്താ? അസ്തഗ്ഫിറുല്ലാഹ ലിദംബി കുല്ലി ഖബ്ബൽതു ഇൻസാനൻ ബിഗൈരി ഹില്ലി മുനഇമുൻ മുദഇബുൻ ഫീ ദല്ലി ഫൻതസഫൽ ലൈലു വലം ഉസല്ലി. അതാണ് കവിത. നല്ല ഭംഗിയുള്ള കവിതയാണ്. ആശയത്തിൽ ചില പ്രശ്നമുണ്ട് എന്നുള്ളൂ. അതാ വലിയ എന്താ, അസ്തഗ്ഫിറുല്ലാഹ ലിദംബി കുല്ലി, എൻ്റെ എല്ലാ തെറ്റും അള്ളാഹു പൊറുക്കട്ടെ, ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുന്നു. ഖബ്ബൽതു ഇൻസാനൻ ബിഗൈരി ഹില്ലി, അന്യായമായ നിലക്ക് ഞാനൊരു മനുഷ്യനെ ചുംബിച്ചു എന്നാണ് പറയുന്നത്. അയാളെ പിന്നെ അയാളുടെ പെരുമാറ്റത്തിന്, ചുംബനത്തിന് പ്രത്യേകത പറയുന്നത് അത് മുനഅമുൻ മുദഅമുൻ ഫീ ദല്ലി ഫൻതസഫൽ ലൈലു വലം ഉസല്ലി, രാത്രി പകുതിയായി ഞാൻ ഇതുവരെ നിസ്കരിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ആശയമല്ല വിഷയം, അതിൻ്റെ ആ പൂർവ്വ പദം, അതാണ് അതിൻ്റെ വിഷയം. നോക്കി നിങ്ങൾ,
ആ കവിതകളൊക്കെ ആ വരികളൊക്കെ അവസാനിക്കാൻ എങ്ങനെ? അസ്തഗ്ഫിറുല്ലാഹ ലിദംബി കുല്ലി ഖബ്ബൽതു ഇൻസാനൻ ബിഗൈരി ഹില്ലി മുനഇമുൻ മുദഇമുൻ ഫീ ദല്ലി ഫന്തസഫൽ ലൈലു വലം ഉസല്ലി. ഒരു പെണ്ണൊരുത്തി, ഗ്രാമീണ സ്ത്രീ ഇത് ചൊല്ലുമ്പോൾ അസ്മായി സാഹിത്യ സാമ്രാട്ടാണ്, കവി മഹാകവിയാണ്. അദ്ദേഹം പറയാണ് മാ അഫ്സഹക്കി അസ്തഗ്ഫിറുല്ലാ മാ അസ്ഫഹക്കി അഫ്സഹക്കി എന്ന് പറയണം. എന്തോ ഒരു വാചാലത, എന്തോ ഒരു സാഹിത്യം എന്ന് പറയാണ്. അപ്പോൾ ആ പെണ്ണ് അസ്മായിനോട് പറയാണ്, അസ്മായി, അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരായത്ത് അവതരിപ്പിച്ചതിന് ശേഷം ഞാൻ ഈ ചൊല്ലിയതൊരു സാഹിത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുക. ഇതൊരു സാഹിത്യമായിട്ട് പറയാൻ പറ്റുമോ? ഈ ആയത്ത് വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിച്ചതിന് ശേഷം, പഠിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, അതാണ് യഥാർത്ഥത്തിൽ സാഹിത്യം എന്നാണ് ഈ മഹദി അസ്മായിനോട് പറഞ്ഞത്. എന്നിട്ട് അസ്മായിക്ക് അവർ പറഞ്ഞു കൊടുക്കുകയാണ് എന്തായാല സാഹിത്യം. അതിൽ 2 പ്രസ്താവനകൾ, ഖബറാനി വ അമ്രാനി 2 കൽപ്പനകൾ, വ നഹിയാനി 2 വിരോധങ്ങൾ, വ ബിഷാറത്താനി 2 സുവിശേഷങ്ങൾ. 2 പ്രസ്താവനകൾ, 2 കൽപ്പനകൾ, 2 വിരോധങ്ങൾ, 2 സുവിശേഷങ്ങൾ ഒരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കെ എന്ന് പറയാണ്. എന്നിട്ട് അവർ എണ്ണിക്കൊടുത്തു. പ്രസ്താവന എന്താ? വഹൈന ഇലാ ഉമ്മി മൂസ, അതൊരു പ്രസ്താവനയാണ്. മൂസാൻ്റെ ഉമ്മാക്ക് നാം വഹി നൽകി. ഫൈദ ഖിഫ്തി അലൈഹി, കുഞ്ഞിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പേടിച്ചാൽ, അതൊരു മറ്റൊരു പ്രസ്താവനയാണ്. 2 ഖബറുകൾ. പിന്നെ 2 കൽപ്പനകൾ, ഫഅൽഖീഹി ഫിൽ യം, കുട്ടിയെ വെള്ളത്തിലിടാനാണ്. മറ്റൊരു കൽപ്പന അൻ അർദിഈഹി, കുട്ടിക്ക് പാലൂട്ടാനാണ്. 2 കൽപ്പന. പിന്നെ 2 വിരോധങ്ങൾ, ലാ തഖാഫി, പേടിക്കണ്ട, വലാ തഹ്സനി, ദുഃഖിക്കണ്ട. 2 വിരോധങ്ങൾ. 2 സുവിശേഷങ്ങൾ, ഇന്ന റാദുഹുയിലേക്ക്, കുഞ്ഞിനെ നമ്മൾ നിങ്ങൾക്ക് തിരിച്ചു തരും, നാം നിങ്ങൾക്ക് തിരിച്ചു തരും. മറ്റേ സുവിശേഷം വജാഇലുഹും മിനൽ മുർസലീൻ, കുട്ടിയെ ഞാൻ റസൂലാക്കി ആദരിക്കും. 2 സുവിശേഷങ്ങൾ, 2 വിരോധങ്ങൾ, 2 കൽപ്പനകൾ, 2 പ്രസ്താവനകൾ ഒരായത്തിൽ. ആ മഹദി ഈ ആയത്ത് ഓതിയിട്ട് ഉൾക്കൊണ്ട ആശയം, അതിൻ്റെ ഒരു ഗാംഭീര്യം, അതിൻ്റെ ഒരു മികവ്, ഇത് അസ്മയെ ബോധ്യപ്പെടുത്തിയപ്പോൾ അസ്മായി അവരുടെ ആ ഗ്രാഹ്യതയ്ക്ക് മുമ്പിൽ, അവരുടെ ആ പഠനത്തിന് മുമ്പിൽ ചൂളിപ്പോയി എന്നുള്ളത് ചരിത്രം. അത് തഫ്സീറുകൾ വളരെ പ്രാധാന്യത്തിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി നിങ്ങൾ, ഒരു ഗ്രാമീണ സ്ത്രീ അവർ ഖുർആനെ വായിച്ചത്, പഠിച്ചത്. അപ്പോൾ കേവല വായനയ്ക്ക് പ്രതിഫലമല്ല എന്നുള്ളതല്ല, കേവല വായനയ്ക്ക് തന്നെ മഹാകൂലിയുണ്ട്. നമ്മൾ വായനയുടെ ഓത്തിൻ്റെ വിഷയത്തിൽ വിരക്തരാകാനല്ല. പിന്നെയോ മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ല ഫലഹു ബിഹി ഹസന വൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. അക്ഷരം ഓതിയാൽ 10 മടങ്ങ് കൂലി എന്നാണ്. കേവല ഓത്തിന് കൂലിയുണ്ട്, അതിൽ നമ്മൾ പിശുക്കാൻ പാടില്ല. പക്ഷേ അതിന് മാത്രമല്ല ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങിയതിൻ്റെ പ്രധാന ലക്ഷ്യം അതിൽ യദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ് എന്നാണ്. പഠിക്കാൻ, ഗ്രഹിക്കാൻ, പൊരുളറിയാൻ, വിധികൾ മനസ്സിലാക്കാൻ, സുവിശേഷങ്ങളെ ഉൾക്കൊള്ളാൻ, അപായ സൂചനകളെയും അപകട മുന്നറിയിപ്പുകളെയും കരുതാൻ വാഗ്ദാനങ്ങളുണ്ട്. അത് കിട്ടാൻ വഈദുകൾ, മുന്നറിയിപ്പുകളുണ്ട്. അതിൽ കരുതാൻ, അതിലടങ്ങിയിരിക്കുന്ന വിജ്ഞാനങ്ങൾ നുകരാൻ, വിധികൾ, വിലക്കുകൾ, അതൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ. അതിനാണ് തദബ്ബുർ. നമ്മൾ ഖുർആൻ പഠനം കാര്യക്ഷമമാക്കണം എന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുന്നു. വജസാക്കുമുല്ലാഹു ഖൈറ. ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മളിതുവരെ കേട്ടത് നമ്മുടെ കരങ്ങളിലുള്ള പരിശുദ്ധ ഖുർആൻ, അത് നിസ്സാരമല്ല. അതിൻ്റെ അനുയായികൾ എന്ന നിലക്ക് നമ്മൾ ഭാഗ്യവാന്മാരാണ്. അത് പാരായണം ചെയ്യുവാനും പഠിക്കുവാനും ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും ഇസ്ലാഹിക് സെൻ്റർ ഒട്ടനവധി സംരംഭങ്ങൾ നമുക്ക് ചുറ്റും ഒരുക്കി വച്ചിട്ടുണ്ട്. അതിലൊന്നും കുടുങ്ങാതെ ഒഴിഞ്ഞു പോവുക എന്നത് ഏറ്റവും വലിയ അപകടമാണ്, ദൗർഭാഗ്യമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അങ്ങനെ അള്ളാഹുവിൻ്റെ അഹ്ലുകാരായി സന്തോഷത്തോടുകൂടി ദുനിയാവിലും പരലോകത്തിലും എത്തുവാനുമുള്ള ഒരു പ്രചോദനത്തിലുള്ള പരിശ്രമമാണ് നമ്മൾ പരസ്പരം പങ്കുവെച്ചത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.